സ്നേഹമുള്ള വിശുദ്ധരായ തിരുമേനിമാരെ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട് വീണ്ടും ഈ മഹായോഗത്തിന് വചന ശുശ്രൂഷ ചെയ്യാൻ ഒരവസരം കൈവന്നതിൽ. ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, തിരുവല്ല ടൗണിലുള്ള വലിയ ഗ്രൗണ്ടിൽ എത്ര ഗംഭീരമായ കൺവെൻഷനുകളാണ് നാളിതുവരെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ നടത്തിയത്. ദൈവം മനോഹരമായത് മാത്രമാണ് എപ്പോഴും ചെയ്യുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഭിമന്യ തിരുമേനി കാനാവിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയ ഒരു കല്യാണമാണത്. എല്ലാം തവിടുപൊടിയായി പോയി. ആ മണവാളൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റി. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം ഒരത്ഭുതത്തിന് കോപ്പുകൂട്ടുകയാണ്. അതങ്ങനെയാണ്. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ഉറപ്പിച്ചോളണം, കർത്താവിന് മനോഹരമായത് എന്തോ ചെയ്യാനുണ്ട്. ഈ കോവിഡ് കാലം അങ്ങനെയാണ്. എവിടെയോ വായിച്ചത് ഓർക്കണം, ശ്വാസമാണോ വലുത് വിശ്വാസമാണോ വലുത് എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. പള്ളികളിലൊക്കെ ആള് കുറഞ്ഞ് കോവിഡിനെ പേടിയാണെന്നാണ് പറയണത്. പക്ഷെ മാർക്കറ്റിലും വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ ആള് കൂടുതലാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കൃഷി വല്ലാണ്ട് വർദ്ധിച്ച്. കഴിഞ്ഞ ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ആഗ്രോ ഫാമിൽ 10 വെണ്ടയ്ക്കയുടെ തൈ വാങ്ങാൻ ഞാൻ പോയി. അവിടെയുള്ള ഓഫീസർ പറഞ്ഞു, അച്ഛാ എന്നാ ചെലവാണെന്നറിയാമോ? എല്ലാ വീട്ടിലും കൃഷി തുടങ്ങി. ഞാൻ ഈ കൊറോണ കാലത്ത് 3-4 കേക്ക് കടകൾ വെഞ്ചരിച്ച്. കേക്ക് കടയല്ല, കേക്കുണ്ടാക്കുന്ന സാധന സാമഗ്രികൾ വിൽക്കുന്ന കട. എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച്. 3000 രൂപയുണ്ടായിരുന്ന പോമറേനിയം പട്ടിക്കുട്ടിക്ക് വില 14,000 ആണ്. വെറും 7,000 രൂപയുണ്ടായിരുന്ന ലാബിന് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വില ചോദിച്ചപ്പോൾ 20,000 പറഞ്ഞത്. പട്ടിക്കച്ചവടം തകൃതിയാണ്. മുട്ടിന് ചെടിക്കടകളാണ് ഇപ്പോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തോരം ചെടികളുടെ കടകളാണ്. ഗംഭീര ബിസിനസ്സാണ്. പ്ലംബിങ് വയറിങ് കച്ചവടം നടത്തുന്ന ഇലക്ട്രിക്കൽ ഷോപ്പുകാർ പറയണു കച്ചവടം തകൃതി. പലചരക്ക് കച്ചവടക്കാർ 5 കൊല്ലത്തെ ലാഭം ഒരുമിച്ചുണ്ടാക്കിയെന്ന് പറയണേ. പക്ഷെ കൊറോണ കാരണം ലോകം സ്തംഭനാവസ്ഥയിലാണെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയണത്. അഭിമന്യ തിരുമേനി പറഞ്ഞ പോലെ സോഷ്യൽ ഡിസ്റ്റൻസ് തമ്പുരാൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും കാര്യങ്ങളൊക്കെ തകൃതിയാണ്. ഞാൻ എൻ്റെ മക്കളോട് ഒരിക്കൽ ചോദിച്ച്, കേക്കുണ്ടാക്കാൻ പഠിച്ച്, പച്ചക്കറി വളർത്താൻ പഠിച്ച്,
പട്ടീനെ വളർത്താൻ പഠിച്ച്, കിളീനെ വളർത്താൻ പഠിച്ച്, അല്പം കൂടി കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കാൻ, കുടുംബ പ്രാർത്ഥനയെ കുറെ കൂടി തീക്ഷ്ണതയുള്ളതാക്കാൻ, എന്നിലുള്ള വിശ്വാസത്തിൻ്റെ ചൈതന്യത്തെ കുറെ കൂടി ഊതി കത്തിക്കാൻ ഈ കൊറോണ കാലം എന്തുമാത്രം ഉപകരിച്ചിട്ടുണ്ടെന്ന് ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. ആ ആത്മശോധനയ്ക്കുള്ള മനോഹരമായ ഒരവസരമാണ് ഈ കൺവെൻഷൻ കാലം. തിരുമേനി പറഞ്ഞ ആ ഉപമയുണ്ടല്ലോ പൗലോസ് അപ്പോസ്തലൻ്റെ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കും. പൗലോസ് അപ്പോസ്തലൻ എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരുടെ മാനസിക ഭാവത്തെ ഉപമിക്കുന്നതെന്ന് വിസ്മയത്തോടെയാണ് ഞാൻ വായിച്ചത്. ഒരു സ്ത്രീക്ക് വ്യക്തമായിട്ടറിയാം, സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷനും നന്നായിട്ടറിയാം. ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ അവളുടെ ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന ഗംഭീരമായ ഒരു രസതന്ത്ര മാറ്റമുണ്ട്. അങ്ങനെയല്ലേ പറയണത്? ഇഷ്ടമില്ലാത്തത് പലതും ഇഷ്ടമുള്ളതായി മാറുകയും ഇഷ്ടമുള്ളത് പലതും ഇഷ്ടമില്ലാത്തതായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഗർഭകാലം, അല്ലേ? അതുവരെ അച്ചാറ് കണ്ട ഓക്കാനം വരുന്നവള് ഒരു ജാറ് അച്ചാറൊക്കെ ഒരൊറ്റടിക്ക് വിഴുങ്ങും. പുളിമാങ്ങ കണ്ട പ്രാവണവള് പാവം കെട്ടിയോനോട് തുമ്പത്ത് കിടക്കണത് പറിച്ചു തരാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ കേട്ടേക്കണേ, പ്രത്യേകിച്ച് പരിചയമൊന്നും ഇല്ലട്ട. എല്ലാ ദിവസവും സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നവളോട് അമ്മായിയമ്മ പറയും, മോളെ കുറച്ചാളത്തേക്ക് അടങ്ങി ഒതുങ്ങി നീ ഇരിക്കി, ആവശ്യമില്ലാത്തതൊന്നും കാണണ്ട. കെട്ടിയോന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് സ്ഥിരം ഊര് തെണ്ടിക്കൊണ്ടിരുന്നവളോട് ബന്ധുക്കൾ പറയും, കുറച്ച് നാൾ അടങ്ങിയിരിക്കുന്നതാട്ടോ നല്ലത്. ഇഷ്ടമുള്ളത് പലതും ഇഷ്ടമില്ലാത്തതാവുകയും ഇഷ്ടമില്ലാത്തത് പലതും ഇഷ്ടമുള്ളതായി മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഗർഭകാലം. അതാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുമ്പോൾ, ക്രിസ്തു നിങ്ങളിൽ മാംസം ധരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ളത് പലതും ഇഷ്ടമില്ലാത്തതാക്കി ഞാൻ മാറ്റണം. ഇഷ്ടമില്ലാത്തത് പലതും ഇഷ്ടമുള്ളതാക്കിയും ഞാൻ തീർക്കണം. ഇതാണ് നോമ്പുകാലം. കൊറോണയുടെ ഈ പശ്ചാത്തലത്തിൽ നല്ല ദൈവം നമ്മെ ഒരുമിച്ച് ചേർക്കുന്നത് അവനെന്തോ പദ്ധതി ഉള്ളത് കൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ അത്ഭുതങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. എന്തോ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. കൺവെൻഷൻ്റെ ആദ്യ ദിവസം ഇന്നത്തെ ഉറക്കം കെടുത്താനുള്ള വക അത് പറയലാണല്ലോ എൻ്റെ പണി. നമ്മൾ കേൾക്കുന്നത് പലതും ഇഷ്ടമില്ലാത്തതാവും. ഒരു കൊച്ചു കാര്യം മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പ്രിയപ്പെട്ട തിരുമേനിമാര്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാനിങ്ങനെ കർത്താവിനോട് കുറുമ്പ് പറഞ്ഞിട്ടാണ് പ്രസംഗം പറയാൻ പോവുക. നിനക്ക് വേണമെങ്കിൽ മതി, എന്തെങ്കിലും തന്നാ പറയാം. പക്ഷെ എന്നെ എന്നും അത്ഭുതപ്പെടുത്തും. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. തിരുമേനിമാർ ഈ തിരക്കിനിടയിലും ഇത് മനോഹരമായിട്ട് ഒരുങ്ങിയ തങ്ങളുടെ ജനങ്ങളോട് സംസാരിക്കാൻ വരണത്. ആ ഒരുക്കങ്ങൾ മുഴുവനും കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് മനസ്സിൽ അനുരണനങ്ങൾ ഉണർത്തുന്ന പലതും
കർത്താവിൻ്റെ വിശുദ്ധര് പറഞ്ഞു, വിശ്വസിക്കുന്നത് ആഘോഷിക്കണമെന്നും ആഘോഷിക്കുന്നത് വിശ്വസിക്കണമെന്നും വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ജീവിക്കണമെന്നും കേട്ടപ്പോൾ എവിടെയൊക്കെയോ ചൊറിയണുണ്ട്, അസ്വസ്ഥതയുണ്ട്. അതുപോലെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കൊച്ചു വചനം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17:3. നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനോട് ക്ഷമിക്കണം. 7 പ്രാവശ്യം അവൻ നിന്നോട് പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ മനസ്തപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു എന്ന് അവൻ നിന്നോട് പറയുകയും ചെയ്താൽ നീ അവനോട് പൊറുക്കണം. നോമ്പുകാലമാണ്, സ്നേഹത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന കാലമാണ്. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഏറ്റെടുത്ത കഠോര വേദനകളെ ധ്യാനിച്ച് അവൻ്റെ ത്യാഗവഴികളോട് ചേർന്ന് എൻ്റെ ജീവിത ക്ലേശങ്ങൾ എൻ്റെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന കാലമാണ്. അച്ഛൻ പറഞ്ഞല്ലോ, ശ്വാസമാണോ വലുത് വിശ്വാസമാണോ വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നാണ് വായിച്ചത് എവിടെയോ, എൻ്റെ വേദനകൾ പലതും ഞാൻ സ്നേഹത്തിൻ്റെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. കുരിശിലേക്ക് നോക്കിയപ്പോൾ കർത്താവ് ചിരിക്കണ പോലെ എനിക്ക് തോന്നി. എൻ്റെ വേദനകൾ പലതും സ്നേഹത്തിൻ്റെ വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേദനിക്കുന്നത്. അതാണ് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേദനിക്കുന്നത്. മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കൾ, ഇടവക ജനത്തിന് വേണ്ടി വേദനിക്കുന്ന വൈദികർ, മാതാപിതാക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന മക്കൾ, ഏതെങ്കിലും പ്രകാരത്തിലൊക്കെ നല്ല ദൈവത്തെ പ്രതി ക്ലേശങ്ങൾ ഏറ്റെടുക്കുന്നവർ ധ്യാനിക്കേണ്ട ഒരു വാചകമാണത്. നമ്മുടെ വേദനകൾ പലതും നമ്മൾ സ്നേഹം കൊടുത്ത് വാങ്ങണതാണ്. സ്നേഹം കൊടുത്ത് വാങ്ങാത്ത വേദനകൾ എന്ന് അസ്വസ്ഥത തരും. സ്നേഹം കൊടുത്ത് വാങ്ങണ വേദനകൾ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല. അതുകൊണ്ടാണ് കുരിശിൽ കിടന്ന് ഈശോ പഠിപ്പിക്കണത്, നിന്റെ സഹനത്തിൻ്റെ വഴികളിൽ സ്നേഹമുണ്ടോ? നിന്റെ സഹനങ്ങൾ സ്നേഹത്താൽ സ്നാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്നേഹത്തിൻ്റെ മൂല്യമായ സഹനത്തെക്കുറിച്ചാണ് അച്ഛൻ പറയണത്. ക്ഷമയുടെ ഒരു മേഖലയെക്കുറിച്ച്. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അച്ഛന് തോന്നുന്നു. കാരണം ചില പ്രാർത്ഥനകൾ ഫലം കാണാതെ പോകുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ആഗ്രഹിക്കുന്ന ഫലസിദ്ധി ലഭിക്കാത്തതിൻ്റെ ഒരു കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ബന്ധനങ്ങളാണെന്ന് ഈ അടുത്ത കാലത്തൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വല്ലാണ്ട് പതിഞ്ഞിട്ടുണ്ട്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ വല്ലാത്ത വിഷമാണ്. നല്ല വീടാണ്, നല്ല മനുഷ്യരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സ് ആകുലപ്പെടുന്നത്. മുതിർന്ന മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ രക്ഷപ്പെട്ട്, പക്ഷേ ഈ ചെറുപ്പക്കാരായ മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ ജീവിതം അവർ വല്ലാണ്ട് ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ അപകടം പതിയിരിപ്പുണ്ടെന്ന് തന്നെയാണ് അച്ഛനെ പോലെയുള്ളവരുടെ ഒരു ബോധ്യം. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്കപ്പെട്ട മാതാപിതാക്കളാണ്. ദേവാലയവുമായൊക്കെ നന്നായിട്ട് ബന്ധപ്പെട്ടവരാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും മക്കളെ വളർത്തുന്നവരാണ്. പക്ഷെ ഇവരുടെ സ്വപ്നങ്ങളൊക്കെ കടലെടുക്കുക. വളർത്തിക്കൊണ്ടുവരുന്ന മക്കള് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ജീവിത വഴികൾ തേടിപ്പോവാണ്. സ്വപ്നം കണ്ട് വളർത്തുന്ന മക്കള്
വിശ്വാസത്തെയൊക്കെ പരിത്യജിച്ച് വളരെ ഭീതിതമായ ജീവിത ചുറ്റുപാടുകളിലേക്ക് ധൂർത്തപുത്രനൊക്കെ ഇറങ്ങിപ്പോയതുപോലെ വെറും പന്നിക്കൂട്ടിലേക്ക് കയറിപ്പോവാണ്. അതൊരു വല്ലാത്ത വേദനയാണ്. എൻ്റെ പള്ളിമേടയിൽ, എൻ്റെ മുറിയിൽ വന്നിരിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണീര് മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ കുറച്ചും കൂടി ജാഗ്രതപ്പെടണം. ഞാൻ എൻ്റെ ഈശോനോട് പലപ്പോഴും ചോദിച്ചു, എന്തുകൊണ്ടാണ് കുടുംബത്തിൽ ഇങ്ങനെയുള്ള തകർച്ച സംഭവിക്കുന്നത്? എവിടെയാണ് പ്രശ്നം? പള്ളിയിൽ വരുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, പരിശുദ്ധ ബലിയർപ്പണം മുടക്കാത്തവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, ദേവാലയ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും വല്ലാതെ ശ്രദ്ധിക്കുന്നവരാണ്, സാധിക്കുന്നത് പോലെ സാമ്പത്തികമായും മറ്റു പല പ്രകാരത്തിലും സഹായിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ടാ തമ്പുരാനെ ഈ കുടുംബങ്ങളിൽ അസ്വസ്ഥത? എവിടെയാണ് തെറ്റുപറ്റണത്? എന്താണ് പോരായ്മ? എൻ്റെ വാത്സല്യമുള്ളവരെ, ഈശോ പറഞ്ഞൊരു കൊച്ചു കാര്യം അച്ഛൻ പറയണത്. ഈശോ എന്നോട് പറഞ്ഞത് അങ്ങനെയാ. എടാ, വളരെ മനോഹരമായി കാണപ്പെടുമ്പോഴും നന്നായി പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെടുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം തികഞ്ഞവരായി പ്രത്യക്ഷപ്പെടുമ്പോഴും അവരുടെ മനസ്സിൽ എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അവരെ വേദനിപ്പിച്ചവരോട് അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. കുടുംബങ്ങളിൽ തകർച്ചകൾ അനുഭവിക്കുന്നവര് ഈ നോമ്പുകാലത്ത് ഒന്ന് ഗൗരവത്തിൽ ധ്യാനിക്കണം ഈ വിഷയം. നമ്മുടെ കുഞ്ഞിൻ്റെ ജോലി ശരിയാവാത്തതിൻ്റെ കാരണം, നമ്മുടെ മക്കൾക്ക് വിവാഹം ശരിപ്പെടാത്തതിൻ്റെ കാരണം, നമ്മൾ എന്നും രോഗികളായി കഴിയുന്നതിൻ്റെ കാരണം, എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഫലമണിയാത്തതിൻ്റെ കാരണം, ദൈവതിരുമുമ്പിൽ നാം തിരസ്കൃതരാകാനുള്ള കാരണം. വാട്ട്സ് ദാറ്റ്? അത് മറ്റൊന്നുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവതിരുമുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളില് കർത്താവിന് നിരക്കാത്ത വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരു ലോകമുണ്ട്. ഇത് ലോകത്തിൻ്റെ അരൂപിയാ പ്രിയപ്പെട്ടവരെ. തിരുമേനി പറഞ്ഞല്ലോ, യാത്രകൾ തെക്കുന്നും വടക്കുന്നും ഒക്കെ വരണുണ്ട്. ഒക്കെ ഏറ്റുമുട്ടലുകളുടെ യാത്രകളാണ്. പരസ്പരം പഴിചാരുന്ന, കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, വെറുപ്പിൻ്റെ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളുടെ പ്രളയമാണ് തെക്ക് വടക്ക് ഇനിയുള്ള കാലത്ത് സംഭവിക്കാൻ പോണത്. അത് ലോകത്തിൻ്റെ അരൂപിയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരോടുള്ള വിരോധം സൂക്ഷിക്കുക, മറ്റുള്ളവരോട് എപ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കുക, എല്ലായ്പ്പോഴും യുദ്ധം ചെയ്യുക, എനിക്ക് വിജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട മാർഗങ്ങളും സ്വീകരിക്കുക. അത് ലോകത്തിൻ്റെ അരൂപിയാണ്. അവിടെയാണ് നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ വ്യത്യസ്തരായിരിക്കണമെന്ന്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഇടത് കരണത്തടിക്കുന്നവന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കണം. മേലങ്കി എടുക്കാൻ ഉദ്യമിക്കുന്നവനോട് പുറങ്കുപ്പായം കൂടി കൊടുക്കാൻ മടിക്കരുത്. 1 മൈൽ ദൂരം പോകാൻ പറയുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കണം. നിന്നോട് വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെ നിന്നോട് ക്ഷമിക്കുന്നോ അതുപോലെ നീ ക്ഷമിക്കണം. ഗംഭീരമായ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അവൻ ഒരു കാര്യം മാത്രമാണ് വിത്ത് കണ്ടീഷൻ, വ്യവസ്ഥകളോടെ പഠിപ്പിച്ചത്. ഒരു കാര്യം മാത്രമാണ് വ്യവസ്ഥകളോടെ അവൻ പഠിപ്പിച്ചത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ആദ്യ ദിവസം അച്ഛൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. മറ്റൊന്നുമല്ല, നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വല്ല സംഗതി ഉണ്ടാ? ചങ്ക് പൊട്ടി നിലവിളിച്ചിട്ടും കേൾക്കാത്ത എന്തെങ്കിലും യാചനകൾ ഉണ്ടാ? യു ജസ്റ്റ് ടെസ്റ്റ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്റെ കുടുംബത്തെ നൊമ്പരപ്പെടുത്തിയവരോട് നിരുപാധികം ക്ഷമിച്ച് നിന്റെ കർത്താവിനോട് നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ദ മിറക്കിൾ ഫോളോസ്. അത്ഭുതം നടക്കും.
ഈ വചനഭാഗം ഇത്തിരി പ്രശ്നക്കാരനാ. നിന്റെ സഹോദരൻ 7 പ്രാവശ്യം നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ? 7 പ്രാവശ്യം എന്ന് പറയുന്നത് പൂർണ്ണതയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പത്രോസ് അങ്ങനെയല്ലേ ചോദിച്ചത്, എൻ്റെ കടക്കാരനോട് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഈശോ പറഞ്ഞു 7 എന്നല്ല 7 70 പ്രാവശ്യം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 7 49 490 എന്നല്ലെന്ന് ഏത് പൊട്ടനും അറിയാം. ക്രിസ്തീയ ക്ഷമ അതൊരു വെറൈറ്റി ക്ഷമയാണ്. ചിലപ്പോൾ എനിക്ക് വളരെ പുച്ഛം തോന്നുന്നൊരു സമയമുണ്ട്. ചില ആൾക്കാരൊക്കെ ധ്യാനമൊക്കെ കൂടി കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത് വഴിയെ കാണുമ്പോൾ പറയും, അച്ഛാ ക്ഷമിച്ചിട്ടാ, ഈ തവണത്തെ കൺവെൻഷൻ അടിപൊളിയായിരുന്നു, ക്ഷമിക്കാനുള്ള കൃപ കിട്ടി അച്ഛാ. ഞാൻ ചോദിച്ചു അതെങ്ങനെ മനസ്സിലായി? എൻ്റെ അച്ഛാ ഒക്കെ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച്. ആരോട്? കർത്താവിനോട്. ഇനി ആരോടും ഒരു വെറുപ്പില്ല, ആരോടും ഒരു വിദ്വേഷമില്ല. എൻ്റെ മനസ്സ് വല്ലാണ്ട് സ്വതന്ത്രമായി അച്ഛാ, അങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ ഉള്ളിൽ ചിരി വരും. ഇതത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അനുഭവം കൊണ്ട് അറിയാമല്ലോ നമുക്ക്. എത്ര ധ്യാനം കൂടി, എത്ര കൺവെൻഷനിൽ പങ്കെടുത്ത് സകലതും കഴുകിക്കളഞ്ഞ് ചങ്കും കരളും എന്താ പറയുക മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തിരിച്ചു വന്നാലും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണ നേരത്ത് ഈ ദുഷ്ടനെ മുമ്പിൽ കണ്ട ഏതവൻ്റെയും കാലിലെ തന്തവരിൽ നിന്നൊരു പെരുപ്പ് വരും. എനിക്ക് ഒന്നുണ്ട്, ഉള്ളത് പറയല്ല. എന്തോരം ക്ഷമിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ വേദനിപ്പിച്ച ആളെ മുമ്പിൽ കാണുമ്പോൾ ഏതെങ്കിലും മാനസിക ഉല്ലാസത്തിൻ്റെ ഇടവേളയിൽ യവൻ്റെ മുഖം മനസ്സിൽ തെളിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ അനുഭവം. അവിടെയാണ് ഈ വചനം നമ്മൾ ധ്യാനിക്കേണ്ടത്. ക്രിസ്തീയ ക്ഷമ എന്ന് പറയുന്നത് ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു സംഗതി അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു ജീവിത മനോഭാവമാണ്. എപ്പോഴെല്ലാം നിന്നെ വേദനിപ്പിച്ചവരെ കുറിച്ചുള്ള ഓർമ്മകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുവോ, എപ്പോഴെല്ലാം ആ സാഹചര്യങ്ങൾ അയവിറക്കാൻ നീ നിർബന്ധിതനാകുന്നുവോ, അപ്പോഴെല്ലാം നീ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് കർത്താവ് പറയണത്. And therefore it's a continuous process. ക്രിസ്ത്യൻ ഫൊർഗീവ്നെസ്, ക്രിസ്തീയ ക്ഷമ എന്ന് പറയുന്നത് അത് നിരന്തരമായ ഒരു മനോഭാവമാണ്. അതൊരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമല്ല. അതാണ് ഈശോ പറഞ്ഞത്, 7 പ്രാവശ്യം നിന്റെ സഹോദരൻ നിന്നോട് പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ ഹാവ് ടു ഫർഗീവ്. നീ ക്ഷമിക്കണം, നീ ക്ഷമിക്കണം. എത്ര വട്ടം നിന്റെ ഹൃദയത്തിൽ ആ ചിന്തകൾ തികട്ടി 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 വരുന്നോ അപ്പോഴൊക്കെ നീ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. അവിടെയാണ് ക്രിസ്തീയ ക്ഷമ ഗംഭീരമായ ഒരു ത്യാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ നോമ്പുകാലത്തിൻ്റെ കൺവെൻഷൻ്റെ ആദ്യ ദിവസം നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നാം സൂക്ഷിക്കുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ മേഖലകളെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ ധ്യാനിക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കണവർ. കല്യാണത്തിനും വീട് വെഞ്ചിരിപ്പിനും ഒക്കെ പോണത് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലാന്ന് ആർക്കറിയാൻ പാടില്ലാത്ത നിവൃത്തികേട് കൊണ്ട് പോകണ എത്ര ആഘോഷങ്ങളുണ്ട് കുടുംബത്തിൽ. ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലർ ചിരിക്കണത് കണ്ടാലറിയാം ഡ്യൂപ്ലിക്കേറ്റ് ചിരിയാന്ന്. കാരണം അത്ര ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ഈ പരിപാടിക്ക് പോയത്. അപ്പൻ്റെ ആണ്ടിനും അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ
ആത്മീയ ശുശ്രൂഷകൾക്കൊക്കെ പോകുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലച്ചാ, പക്ഷെ ചെന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, നമ്മുടെ തന്തയായി പോയില്ലേ, മൊത്തം അനിയം പറ്റിച്ചെടുത്തേക്ക, മൊത്തം ചേട്ടൻ പൊക്കിയേക്ക, എന്തോരം പ്രശ്നങ്ങളാച്ചാ വീട്ടില്. എന്നാലും പോവുക നാട്ടുകാരുടെ മുമ്പിൽ ആവശ്യമില്ലാത്തത് പറയിക്കാതിരിക്കാൻ. ഞാനങ്ങോട്ട് പള്ളിയിൽ ചെന്ന് ആ ചടങ്ങിൽ സംബന്ധിച്ച് ഹാളിൽ ചെന്ന് ചോറുണ്ടു എന്ന് വരുത്തി ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നച്ചാ. തൊണ്ടയിൽ ഇരുന്ന് ഇപ്പോഴും കഴിക്കണുണ്ട് അനിയൻ്റെ ചെലവിൽ നടത്തിയ ആണ്ടിൻ്റെ ഭക്ഷണം. എത്ര പേരാ അങ്ങനെ പറയണവര്? കൂടപ്പറപ്പിന്റെ കുടുംബത്തില് കല്യാണത്തിന് പോകണത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അഭിനയത്തിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് സിനിമാ നടന്മാർക്കൊന്നുമല്ല. നമ്മളൊക്കെ അതിനെത്രയോ അർഹതയുള്ളവരാണെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി വെച്ചാൽ മതി. എത്ര മനോഹരമായിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തോരം വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ മേഖലകളുണ്ട്. ഈശോ അച്ഛനോട് പറഞ്ഞത് അങ്ങനെയാ, പല കുടുംബങ്ങളുടെ മേലും അനുഗ്രഹത്തിൻ്റെ കരമുയർത്തുമ്പോൾ, പല കുടുംബങ്ങളുടെ മേലും അനുഗ്രഹത്തിൻ്റെ കരമുയർത്തുമ്പോൾ അകലങ്ങളിലുള്ള മക്കളെ അറിഞ്ഞ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ കൈ തളർന്നു പോകണതിൻ്റെ കാരണം ആ കുടുംബത്തിനകത്തുള്ള, അവരുടെ ഹൃദയത്തിനകത്തുള്ള വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ബന്ധനങ്ങളാ മോനെ. അതുകൊണ്ട് നീ നിന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്ക്, നിരുപാധികം ക്ഷമിച്ച് നിരുപാധികം പൊറുത്ത് എൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ. അത്ഭുതങ്ങൾക്ക് അവകാശം കൊടുക്കാം ഞാൻ. ഈശോ അങ്ങനെ പറഞ്ഞത്. അത്ഭുതങ്ങൾ. പിന്നെ അച്ഛൻ വിശ്വസിക്കണു, ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ. ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ, ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക്. കാരണം എന്താണെന്നറിയോ? കുരിശിൽ കിടന്ന് വലിയ വായയില് നിലവിളിച്ച് ക്ഷമിച്ച നിന്റെ കർത്താവിന് നന്നായിട്ട് മനസ്സിലാകും, ഉള്ളു നൊന്ത് നീ ക്ഷമിക്കുമ്പോ നിന്റെ ചങ്ക അനുഭവിക്കണ വേദന എന്താന്ന്. കുരിശിൽ കിടന്ന് അലറിക്കരഞ്ഞ് ക്ഷമിച്ച നിന്റെ യേശുവിന് മനസ്സിലാവും നീ ഉള്ളുരുകി ക്ഷമിക്കുമ്പോ ഏറ്റെടുക്കുന്ന ഹൃദയത്തിന്റെ നൊമ്പരം എന്താന്ന്. ആ നൊമ്പരത്തിന്റെ നിറവില് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ പ്രാർത്ഥന നിഷേധിക്കാൻ നിന്റെ ദൈവത്തിനാവില്ല എൻ്റെ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ. അതാണ് ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ടാണ് അച്ഛൻ മക്കളെ ഓർമ്മപ്പെടുത്തുന്നത്, നാളിതുവരെ സാധിക്കാത്ത എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ, ക്ഷിപ്രസാധ്യമെന്ന് നീ കരുതുന്ന എന്തെങ്കിലും യാചനകളുണ്ടെങ്കിൽ, നിന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിച്ച് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അത്ഭുതങ്ങൾ നിനക്ക് അകമ്പടിയായിട്ട് വരും. ഹല്ലേലൂയ. രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ക്ഷമിക്കണമെന്നാണ് പറയണത്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പഠിപ്പിച്ച്, കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതൊരു ഭയങ്കര മനഃശാസ്ത്ര തത്വമാണ്, വലിയൊരു മനഃശാസ്ത്ര തത്വം. അത് കർത്താവ് ഇങ്ങനെ ചുമ്മാ ഒരു സ്റ്റൈലിന് പറഞ്ഞതല്ല. ചില മന്ത്രിമാരൊക്കെ നിയമസഭയിൽ അവിടെ ഇവിടെയൊക്കെ ഈ വചനം കോട്ട് ചെയ്യും, അറിയണില്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ സമയത്തും അസമയത്തും കോട്ട് ചെയ്ത് ആഘോഷിക്കാനുള്ള ഒരു തിരുവചനമൊന്നും അല്ലത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സത്യപ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മളെ വേദനിപ്പിച്ചവര് അറിഞ്ഞിട്ടില്ല അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഭീകരത എന്താന്ന്. അതാണ് സത്യം. ഞാൻ പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും തരത്തിലൊക്കെ അന്ധത ബാധിച്ചവരാണവര്. സമ്പത്തിന്റെ പേരിൽ അന്ധരായ മനുഷ്യരുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് സ്വത്ത് ഭാഗം വെപ്പിന്റെ പേരിലാണല്ല. നിസാര സമ്പത്തിന്റെ പേരിൽ അടക്കളവശത്തെ വാതില് തുറക്കാത്ത പലരുണ്ട് ഈ ലോകത്ത്.
തറവാട് വീട് പുറകിലുണ്ട്. അടുക്കള വശത്തെ വാതിൽ തുറക്കില്ല. കാരണം പുറകിൽ താമസിക്കണ വീട്ടിൽ നിറച്ച് ചെറുത്തന്മാരാന്നാ പറയണേ. മൊത്തം പറ്റിച്ചെടുത്ത്, അർഹിക്കണത് നിഷേധിച്ച്, നിസ്സാര സമ്പത്തിന്റെ പേരില് രക്തബന്ധങ്ങളെ തൂക്കി വിൽക്കണവർ ഇഷ്ടം പോലെയുണ്ട്. ഗർഭപാത്രത്തിന് വില കൽപ്പിക്കാത്തവരുണ്ട്, സാഹോദര്യത്തിന് മൂല്യം ചേർക്കാത്തവരുണ്ട്. ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാ. എന്നോട് ക്ഷമിക്കണോട്ടാ. ഈ ലോകത്ത് 2 പാപമുള്ളൂ എന്ന് വിശ്വസിക്കണ ഒരു അച്ഛനാ ഞാൻ. 2 പാപമുള്ളൂ ഈ ലോകത്ത് എനിക്ക്. ഒന്ന്, ദൈവഭയം ഇല്ല. അതാണ് ഒന്നാമത്തെ പാപം. ദൈവഭയം ഇല്ല. ഇപ്പൊ കൊറോണ വന്നപ്പോ കാര്യം പൂർണ്ണമായി. നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെ പേടിച്ചെന്ന്. എന്ത് പേടി? രജനീകാന്ത് പറയുന്ന പോലെ അതുക്കും മേലെ നിൽക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയാം. ഒന്നാമത്തെ പാപം അതാണ്. പിതാവ് പറഞ്ഞില്ലേ, നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസം കൈമാറുന്നതിൽ നമ്മൾ വല്ലാണ്ട് പരാജയപ്പെടുന്നുണ്ട്. ലവ് ജിഹാദിന്റെ കുറ്റം പറഞ്ഞൊന്നും ആരെയും പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ പിഴ. ആരാൻ്റെ വലിയ പിഴയല്ല. ദൈവഭയം ഇല്ല. അതാണ് ആദ്യത്തെ പാപം. ഈ ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാണെന്നാ പറയണത്. അത് പകർന്നു കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ പരാജയപ്പെട്ട്. അതെന്റെ വിഷയമല്ല, ഞാൻ അവിടെ നിർത്താണ്. രണ്ടാമത്തെ പാപം, രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു വിലയില്ല പ്രിയപ്പെട്ടവരെ രക്തബന്ധങ്ങൾക്ക്. ഇവിടെ ഇരിക്കണ നിങ്ങൾ കാരണവന്മാര് ജീവിച്ച പോലെയൊക്കെ നിങ്ങളുടെ മക്കൾ ഇനി ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഇല്ലട്ടാ. പെറ്റതള്ളയെ തൊഴിച്ചാലും നമുക്കും കിട്ടണം പണം. അതാണ് ട്രാക്ക്. ഇപ്പോ രണ്ടാമത്തേനെ പ്രസവിക്കാൻ സ്ത്രീകൾക്ക് പേടിയപ്പോ കാരണം വേറെ ഒന്നുമല്ല, പ്രസവ വേദനയുടെ പ്രശ്നമൊന്നുമല്ല. ഈ രണ്ടാമത്തേനെ പെറ്റ് കഴിയുമ്പോ മൂത്തതെന്ത് വിചാരിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. 10ഉം 11ഉം ഉള്ള കുടുംബങ്ങളിൽ ഒരു പാത്രത്തിൽ നിന്ന് മിണുമിണെന്ന് വാരിത്തുന്ന കാലമൊക്കെ അങ്ങ് പോയി. ഇപ്പോ അവന്റെ പാത്രത്തിൽ കിടക്കണ മീൻനുറുക്കിന്റെ വലിപ്പവും അപ്പുറത്തിരിക്കണവന്റെ പാത്രത്തിൽ കിടക്കണ മീൻനുറുക്കിന്റെ വലിപ്പവും കമ്പയർ ചെയ്തിട്ടാ നമ്മുടെ മക്കള് മിണുങ്ങുള്ളു. എനിക്ക് തലി അവന് വാലുവാണെങ്കിൽ കളി പഠിക്കും തള്ള. കാലം വല്ലാണ്ട് മാറിപ്പോയി. രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല. ഏത് കൂടപ്പറപ്പിന്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയിട്ടായാലും എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്ന വർഗം കൂടിക്കൂടി വരിക. വേദപാഠ ക്ലാസ്സിൽ വികാരിയച്ഛൻ ചോദിച്ചെന്ന് പറയണേ, മോനെ നിനക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? അവൻ പറഞ്ഞ്, എനിക്ക് എന്നോട് തന്നെയാണ് അച്ചോ ഏറ്റവും ഇഷ്ടം. എനിക്ക് എന്നോട് തന്നെയാണ് അച്ചോ ഏറ്റവും ഇഷ്ടം. അച്ഛൻ പറഞ്ഞു, മോനത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം നമ്മളോട് തന്നെയാണ്. അത് കഴിഞ്ഞാ പിന്നെ മോന് ആരോടാണ് ഏറ്റവും ഇഷ്ടം? കൊച്ചൻ സൂപ്പർ മറുപടിയാ പറഞ്ഞേ. അതിനച്ഛാ അത് കഴിയണില്ല. എന്നോടുള്ള സ്നേഹം കഴിഞ്ഞാലല്ലേ പിന്നെ വേറൊരെണ്ണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്. അതിനത് കഴിയണില്ലല്ലോ അച്ഛാ. എനിക്ക് മരണം വരെ എന്നെ തന്നെയാ ഏറ്റവും ഇഷ്ടം. തന്നെ രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല പ്രിയപ്പെട്ടവരെ. ക്ഷമിക്കാനുള്ള മേഖല ഇഷ്ടം പോലെയുണ്ട്. ക്ഷമിക്കാനുള്ള മേഖല ഇഷ്ടം പോലെയുണ്ട്. എത്ര മക്കളാ പങ്കുവെക്കണത്? അച്ഛാ ജീവിതത്തിൽ വിചാരിച്ചില്ല എൻ്റെ അനിയന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എന്നെ പറ്റിയേട്ടാ, ഭാഗാധാരം അപ്പം മരിച്ച അമ്മയുടെ മരണം കഴിഞ്ഞ് സംസ്കാര ശുശ്രൂഷകൾ അവസാനിച്ച് വീട്ടിലെ ഒരു മുതിർന്ന കാർന്നവരുടെ സാന്നിധ്യത്തില് വിൽപത്രമൊക്കെ എടുത്ത് വായിക്കുകയായിരുന്നു അച്ഛാ. വാ, വളരെ മനോഹരമായിട്ട് അപ്പൻ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു തർക്കവും ഇല്ല, വിതർക്കവും ഇല്ല. ക്ലീനാണ് കാര്യങ്ങളൊക്കെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അനിയന്റെ ഭാര്യ പറഞ്ഞ്, എന്നൊരു ചായ കുടിച്ചിട്ട് പോവാം. ചായ കുടിക്കാൻ ആസ്തപ്പാട് കൂട്ടണ സമയത്ത് അനിയൻ പറഞ്ഞ്, 1 മിനിറ്റ് ഇരിക്കണം, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവൻ എഴുന്നേറ്റ് ബെഡ്റൂമിൽ പോയി തിരിച്ചു വന്ന്
അവൻ്റെ കയ്യിലൊരു ഫയലുണ്ടായിരുന്നു. ഫയല് മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ പറഞ്ഞ്, അമ്മേനെ ചികിത്സിച്ച കണക്കാണേ, അമ്മേനെ ചികിത്സിച്ച കണക്കാണേ, ഇത്തിരി പൈസ ചെലവായിട്ടുണ്ട്, അതിൻ്റെ മേല് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അനിയൻ മധ്യസ്ഥൻ്റെ മുമ്പിൽ ചേട്ടനോട് പറഞ്ഞു. ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഫയല് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി. അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോയ എൻ്റെ കാറ് വാടക, പോണ വഴിക്ക് അമ്മയ്ക്ക് സോഡാ സർവത്ത് മേടിച്ചു കൊടുത്തതിൻ്റെ കണക്ക്, അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത ക്രോസിൻ, പാരസെറ്റമോള്, വിക്സാക്ഷൻ 500, എന്തിനാണ് വിക്സ് വാപ്പറബിൻ്റെ ഒക്കെ ബില്ല്, എന്തും മനോഹരമായിട്ട് അവൻ സ്റ്റേപ്പിള് ചെയ്ത് അതത്രയും ഒരു വെള്ളക്കടലാസിലേക്ക് പകർത്തി എഴുതി മനോഹരമായി കണക്ക് കൂട്ടി വെച്ചിരിക്കണ്. 16,273 രൂപ. ഞാൻ ഞെട്ടിപ്പോയച്ചാ. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഞെട്ടിയത്? വേറെ ഒന്നുമല്ലച്ചാ, അവൻ 10ാം ക്ലാസ്സിൽ കണക്കിന് തോറ്റതാണേ. ഇത്ര നന്നായിട്ട് കണക്ക് കൂട്ടാൻ അറിയുന്ന എൻ്റെ അനിയൻ എങ്ങനെ 10ൽ കണക്കിന് തോറ്റു എന്നോർത്തിട്ടാ ഞാൻ ഞെട്ടിയത്. ഈ കാലഘട്ടത്തിൻ്റെ സന്തതികൾ പ്രകാശത്തിൻ്റെ മക്കളെക്കാൾ വിവേകമുള്ളവരാണ്. കണക്ക് സൂക്ഷിക്കണമെന്നല്ല കേട്ടാ, കണക്ക് സൂക്ഷിക്കണമെന്നല്ല. രക്തബന്ധങ്ങൾക്ക് ഒരു വിലയില്ല പ്രിയപ്പെട്ടവരെ. കറക്റ്റായിട്ട് കണക്ക് പറയും, കൃത്യമായിട്ട് കണക്ക് വായിക്കും. പിതാവ് പറഞ്ഞല്ല, ഓഡിറ്റ് ചെയ്ത കണക്ക് വായിക്കണമെന്ന്. ഓഡിറ്റ് പോയിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെയ്ത കണക്ക് വയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്കറിയാം. നമുക്ക് ക്ഷമിക്കാൻ 100 കാര്യങ്ങളുണ്ട്. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഭാഗം അളക്കാൻ വന്ന ആള് അടക്കള വശത്തുള്ള സ്റ്റെപ്പുമ്മ അണച്ച കുറ്റി വെച്ചത്. അളന്ന് വന്നപ്പോഴേ പുറകു വശത്തുള്ള അടക്കളയുടെ സ്റ്റെപ്പേല് കുറ്റി വെക്കേണ്ട വന്നു. അളക്കാൻ വന്ന ആള് പറഞ്ഞു, ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ല, അപ്പുറത്തുനിന്ന് വേണമെങ്കിൽ പിടിക്കാം, ഒരടി അങ്ങ് മാറ്റി വെച്ചാലാ. അളക്കണോടത്ത് പ്രസവിച്ച അമ്മ നിപ്പുണ്ട്, ഒരേ ഗർഭപാത്രത്തിൽ പിറന്ന അനിയനും നിപ്പുണ്ട്. അയാൾ എന്നോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അച്ഛാ ചുമ്മാ അമ്മയോ അനിയനോ ഒന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ച് ഒരടി അങ്ങ് മാറ്റി വയ്ക്കാൻ. എങ്ങാനും പറയുകയാണെങ്കിൽ ഞാൻ പറയും, വേണ്ട, അപ്പം പറഞ്ഞെടുത്ത് തന്നെ കുറ്റി മതി, എനിക്കൊരു വിരോധവും ഇല്ല. എങ്ങാനും പറയുകയാണെങ്കിൽ പറയാൻ ഞാൻ എൻ്റെ മനസ്സിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സങ്കടം എന്താണെന്നറിയാച്ചാ, എന്നാറ്റി ആരും പറഞ്ഞില്ല, അവിടെ തന്നെ കുറ്റി വെച്ച്. ഇതൊരു സഹോദരൻ്റെ ഹൃദയവ്യഥയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും എത്ര മേഖലകളാണ്. നിസാര സമ്പത്തിൻ്റെ പേരിൽ കണക്ക് പറയുന്ന, ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് കൃത്യമായി വിലയിടുന്ന സാഹോദര്യവും സൗഹൃദവും നിലനിൽക്കുന്ന ഒരു കാലയളവിലാണ് ക്രൂശിതൻ നിന്നോട് പറയണത്, യു ഹാവ് ടു ഫോർഗീവ് ഫോർ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. അവർക്ക് അറിഞ്ഞുകൂടെന്ന് അവരെന്താ ചെയ്യണമെന്ന്. അത് സത്യമാണ്. ഉള്ളിൽ നുണ പറയാണ്ട് പുറത്ത് നുണ പറയാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെയാണ്. ഉള്ളിൽ നുണ പറയാതെ പുറത്ത് നുണ പറയാൻ പറ്റില്ല. വെറുതെ അല്ല യോഹന്നാൻ എഴുതുന്നത്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഉള്ളിലിട്ട് അവൻ കൂടപ്പറപ്പിനെ പല വട്ടം അറുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ അറക്കല് സംഭവിക്കുന്നത്. അതങ്ങനെയാണ്. ഉള്ളിൽ തെറി പറയാണ്ട് പുറത്ത് തെറി പറയാൻ പറ്റുമോ? ഉള്ളിൽ നുണ പറയാണ്ട് പുറത്ത് നുണ പറയാൻ പറ്റുമോ? അത് വികാരിയച്ഛനായാലും ജീവിത പങ്കാളിയായാലും മക്കളായാലും കൂട്ടുകാരനായാലും കൂടപ്പിറപ്പായാലും ഒക്കെ സത്യമാണ്. വെറുതെ ഒന്നുമല്ല വികാരിച്ചൻ ചീത്ത വിളിക്കണത്. പലവട്ടം അച്ഛൻ നിന്നെ അകത്തിട്ട് താങ്ങിണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം നീ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് വെട്ടത്. അപ്പോഴാണ് അച്ചാലും മുച്ചാലും വെടികൊണ്ടത്. വെറുതെ ഒന്നും ഒരു ദിവസം അച്ഛൻ പറഞ്ഞൊന്നുമല്ല. അതങ്ങനെയാണ്. ഉള്ളിൽ നുണ പറയാണ്ട് പുറത്ത് നുണ പറയാൻ പറ്റില്ല.
ഞാൻ ഇന്നാൾ എവിടെയോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മളൊക്കെ ഈ സ്കൂളിൽ ആൻസർ പേപ്പർ കിട്ടി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ ഉണ്ടല്ല. ആൻസർ പേപ്പർ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭാഗ്യം ചെയ്തവരാ, ആ കുന്ത്രാണ്ടപ്പ് ഇല്ല. ഇപ്പോൾ ഓപ്പൺ ഹൗസാണ്, അപ്പനും അമ്മയും ടീച്ചറുടെ അടുത്ത് പോയി വാങ്ങിച്ചോളും. നമുക്ക് ചുമ്മാ നാണം കെട്ട് സൈഡിൽ നിന്നാൽ മതി. ഇത്തിരി സ്നേഹവും കരുണയുള്ള കാരണവന്മാരാണെങ്കിൽ സൂപ്പറായിട്ട് രക്ഷപ്പെടാം. പക്ഷെ പണ്ടങ്ങനെയല്ലല്ല. ഈ കുന്ത്രാണ്ടം ക്ലാസ് മുറിയിൽ മാഷന്മാരിങ്ങനെ വിളിച്ചു തരുമല്ലോ, മനുഷ്യൻ്റെ തോലുരിക്കണ പരിപാടിയാണ്. ഉള്ളൂരിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും മാഷയുടെ കാലൊടിയട്ടെ. വെക്കേഷൻ കഴിഞ്ഞ് 2 ദിവസം ഈ ദുഷ്ടം വരാണ്ടിരുന്ന ആ ആൻസർ പേപ്പർ ലഭിക്കുന്ന ആഘോഷത്തിൽ നിന്ന് രക്ഷപ്പെടാം. നമുക്കിട്ട് പണിയാൻ കൂട്ടുകാരും നോക്കിയിരിക്കണം, നാണം കെടും. ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു. സ്കൂൾ തുറന്ന് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാനിപ്പോഴും ഓർക്കും, 7ാം ക്ലാസ്സിൽ കണക്ക് പരീക്ഷയുടെ ആൻസർ പേപ്പർ കിട്ടി. മറക്കാതിരിക്കാനുള്ള കാരണം ദാരുണമായിട്ട് അന്ന് പൊട്ടിയായിരുന്നു. തോറ്റ് പാളീസായിപ്പോയി. ആൻസർ പേപ്പർ കിട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ആർക്കൊക്കെ എത്ര കിട്ടിയെന്ന് ഇപ്പൊ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. വല്ലാത്തൊരു മാർക്കായിരുന്നു അന്ന്. ആൻസർ പേപ്പർ കിട്ടണ നേരം മുതൽ നുണ റിഹേഴ്സൽ എടുക്കും. കാരണം വൈകുന്നേരം വീട്ടിൽ ചെന്ന് അപ്പൻ്റെ ഒപ്പൊരെണ്ണം വാങ്ങണം ഇതിൻ്റെ അടിയിൽ. പിറ്റേ ദിവസം ഇത് കാണിക്കയായിട്ട് മാഷക്ക് സമർപ്പിക്കണം. അങ്ങനെയാണല്ലോ അന്നത്തെ രീതി. അപ്പൻ്റെ ഒപ്പ് കിട്ടാന്ന് പറഞ്ഞ ചില്ലറ പണിയുമല്ല. എൻ്റെ അപ്പൻ്റെ ഒപ്പാണെങ്കിൽ ഒരു വൃത്തികെട്ട ഒപ്പായിരുന്നു. ഗുരു എന്ന് ആവശ്യമില്ലാണ്ടൊക്കെ വലിച്ചു വാരിയൊക്കെ ഒപ്പിടും. ഞാൻ പലവട്ടം അപ്പനോട് പറഞ്ഞു, എൻ്റെ കൂടെ പഠിക്കണ സതീശൻ്റെ അപ്പൻ്റെ ഒപ്പ് അടിപൊളി ഒപ്പായിരുന്നു. ചുമ്മാ ഇങ്ങനെ പ്ലസ് ഇട്ടിട്ട് ഒരു വട്ടം വരയ്ക്കും, നല്ല ഭംഗിയായിരുന്നത് കാണാൻ. ഞാൻ അപ്പനോട് പറഞ്ഞു, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ അപ്പന്, ഒരു സ്റ്റാൻഡേർഡ് ഒപ്പിട്ട് അപ്പനെ പഠിച്ചൂടെ? നമുക്ക് വല്ലപ്പോഴൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അപ്പനത് സമ്മതിച്ചിട്ടില്ല. ഇത് വൈകുന്നേരം ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. കഞ്ഞൂടി കഴിയുമ്പോൾ അമ്മയുടെ റെക്കമെൻഡേഷനിലാണ് ഈ സാധനം മേശപ്പുറത്ത് ചെല്ലണത്. അമ്മ കരുണ കാണിക്കണം. നിങ്ങൾക്കറിയാലോ, അടുക്കളയാണ് കരുണയുടെ സ്ഥലം. അവിടെ നിന്ന് വേണം ഇത് ഒഴുകാൻ. കർത്താവിൻ്റെ അടുത്തൊന്നുമില്ല, അടുക്കളയാണ് എനിക്ക് കരുണയുടെ സ്രോതസ്. അവിടെ നിന്നാണ് എല്ലാ കരുണയും ജീവിതത്തിലേക്ക് പ്രവഹിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത്, അമ്മ പറഞ്ഞു, നടക്കില്ല മോനെ, ഈ മാർക്കൊന്നും കൊണ്ട് അപ്പൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ നോവേ, നീ പോയി ഒപ്പിടിക്കാൻ പറഞ്ഞു. അപ്പൻ്റെ അടുത്ത് ഈ സാധനം കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അപ്പൻ ചോദിക്കും, എന്താടാ കണക്കിൽ കുറവ്? ഉറപ്പല്ലേ ചോദ്യം. എന്ത് പറയും എൻ്റെ കർത്താവേ? ആൻസർ പേപ്പർ കിട്ടിയ നിമിഷം മുതൽ ക്ലാസ്സിലിരുന്ന് ഞാൻ ചിന്തിക്കണാണ്. അപ്പൻ്റെ അടുത്ത് ഒപ്പിടാൻ മേശപ്പുറത്ത് ഈ കടലാസ് വയ്ക്കുമ്പോൾ മീശയും വിറപ്പിച്ച് അപ്പൻ ചോദിക്കും, എന്താടാ കണക്കിൽ കുറവ്? എന്ത് പറയും എൻ്റെ തമ്പുരാനെ? ഞാൻ നുണ പ്ലാൻ ചെയ്ത്. ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞൊരു നുണയുണ്ട്. ടീച്ചറുടെ കാര്യം അപ്പം പറയില്ല, നമ്മളെല്ലാവരും ആദ്യം പറഞ്ഞേക്കണത് ആ നുണയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എല്ലാവരും ആ നുണ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം തന്നെ ഈ ചോദ്യത്തിന് പറയണ ഒരു നുണയുണ്ട്. എന്താടാ കണക്കിന് കുറവ്? ഉറപ്പായിട്ടും ഞാൻ പറയും, എല്ലാവർക്കും കുറവണപ്പാ. അങ്ങനെ ഒരു നുണ എല്ലാവരും പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കുറവാണപ്പാ. അപ്പനൊരാശ്വാസം, നമുക്കൊരു രക്ഷ. അങ്ങനെ എല്ലാവർക്കും കുറവാണല്ല. ശുദ്ധ നുണയാണ്. ഫുൾ മാർക്ക് കിട്ടിയവരുണ്ട് ക്ലാസ്സിൽ. എന്നാലും നമ്മൾ അപ്പൻ ചോദിക്കും, അതെന്താ എല്ലാവർക്കും കുറവ്? നമ്മൾ എന്തു പറയും? നുണ പ്ലാൻ ചെയ്യണാണ്. ടീച്ചർ ലോങ് ലീവ് ആയിരുന്നു അപ്പ. അടുത്ത നുണ അപ്പം വിടൂല. അടുത്ത ചോദ്യം, അതെന്താ ടീച്ചർ ലോങ് ലീവ്? ടീച്ചർ അവിടെ പോയി. അപ്പൻ്റെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും തടയിടണം. സംഗതി റിസ്ക്കാണ്. അറ്റ കൈക്ക് സകല പുണ്യാളന്മാരെയും ധ്യാനിച്ചൊരു താങ്ങങ്ങോട്ട് താങ്ങും. ടീച്ചർ പ്രസവത്തിന് പോയേക്കായി. പ്രസവ കേസൊക്കെ പറഞ്ഞ പിന്നെ അപ്പൻ ആ വഴിക്ക് പോവില്ല. ഒരാശ്വാസം. അപ്പൻ ചോദിക്കും, പകരം ടീച്ചർമാരും വന്നില്ലേ? പകരം വന്ന ടീച്ചർ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്ന അപ്പ. എന്താ അങ്ങേർക്ക് കണക്ക് അത്രയും വശമില്ലപ്പാ. എന്തോരെന്നോണയാണ്. സ്കൂളിൽ ആൻസർ പേപ്പർ കിട്ടിയ നിമിഷം മുതൽ വൈകുന്നേരം അപ്പൻ്റെ ഒപ്പ് ചാർത്തപ്പെടുന്ന നിമിഷം വരെ എത്ര നുണയാറ്. ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, ഇത്ര പ്രാവീണ്യം ഈ കാര്യത്തിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം പോലും ഞെട്ടിപ്പോയി. ടക്ക് 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 എന്നാണ് നുണ വരണത്. ചോദ്യത്തിനൊക്കെ തക്ക മറുപടി. അപ്പൻ അവസാനം ഒപ്പിട്ട് നമ്മൾ പിറ്റേ ദിവസം മാഷക്ക് കാണിക്ക വെച്ച് നമ്മുടെ കടലാസ്. ഉള്ളിൽ നുണ പറയാണ്ട് പുറത്ത് നുണ പറയാൻ പറ്റില്ല. ഉള്ളിൽ എത്ര വട്ടം നുണ പറഞ്ഞിട്ടാ നമ്മൾ പുറത്ത്? ഉള്ളിൽ തെറി പറയാണ്ട് പുറത്ത് തെറി പറയാൻ പറ്റുമോ? പറ്റില്ലട്ടാ. ഉള്ളിൽ ആദ്യം തെറി പറയും,
ഉള്ളിൽ ആദ്യം ചീത്ത ചിന്തകൾ വരും. പാപം ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. ഉള്ളില് പാപം ഇങ്ങനെ ഇരുന്ന് കൂടുകൂട്ടി നമ്മളെ കൊന്നു കളയുന്ന പറയണേ, കൊന്നു കളയുന്നു. അങ്ങനെയാണ്. നാളൊരു ജോസേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ലില്ലി എന്തോരം തെറി അച്ഛാ എന്നെ പറഞ്ഞ്. എനിക്ക് അരിശം വന്നു ജോസേട്ടൻ അത് പറഞ്ഞപ്പോൾ. ഞാൻ ജോസേട്ടൻ നുണ പറയരുത്, ലില്ലി ചേച്ചി ഒരു പാവാണ്, എല്ലാ ദിവസവും പള്ളിയിൽ വരണതാണ്, കൈകൂപ്പി പിടിച്ചാൽ നിൽക്കണത്. ആ ചേച്ചിക്ക് അങ്ങനെ നുണ പറയാനൊന്നും പറ്റില്ല ജോസേട്ടൻ, എനിക്കറിയാം, എൻ്റെ അടുത്ത് കള്ളം പറയരുത്. അപ്പം ജോസേട്ടൻ പറഞ്ഞു, അച്ഛ സത്യമായിട്ട് അവൾ തെറി പറഞ്ഞച്ഛ, ഭീകരമായ തെറി പറഞ്ഞു. ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ അവള് പറയും. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം ഉണ്ടായേ? വേറെ ഒന്നും അല്ലച്ചാ, അവൾ എന്ന് മുട്ട പൊരിച്ച ഉപ്പ് കൂടുതലാണ്. അത് ചുമ്മാ അല്ലച്ചാ, എനിക്കറിയാൻ പാടില്ല എന്ത് പരിപാടിയാന്ന്. മുട്ട ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടാണോ ഇനി ഇവൾ ഉപ്പിടുന്നത് എനിക്കറിയില്ല അച്ഛാ, എവിടെ കടിച്ചാലും ഉപ്പാണ്. ഞാൻ ചോദിച്ചു, മിഞ്ഞാന്ന് ഉപ്പായിരുന്ന? എൻ്റെ അച്ഛാ വിശന്ന് പ്രാന്തായിട്ട് വന്ന് കഞ്ഞി കുടിക്കാനിരുന്നതാ. വെള്ളിയാഴ്ച അന്നും പറഞ്ഞ് മുട്ട ഒരിച്ചു തന്നു. മീനും ഇല്ല, ഇറച്ചിയില്ല, ഒരു ഉന്തില്ല. ഒരു കഷ്ണെടുത്ത് വായയിൽ വെച്ചതും കട്ടുപ്പ്. എനിക്ക് പ്രാന്തായി അച്ഛാ. ഞാൻ പറഞ്ഞു, എൻ്റെ ലില്ലിയെ നീ ഇതെവിടെ നോക്കിയിട്ടാണ് ഉപ്പിടുന്നത്? എൻ്റെ പൊന്നച്ചോ, പറഞ്ഞു തീർന്നില്ല. അവൾ ഒരു വായന അങ്ങോട്ട് വായിച്ച്. എന്ത്? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മുതൽ 4 വരെ ഉണ്ടായ കേസ് കെട്ടുകൾ മൊത്തം 1, 2, 3, 4, 5 അക്കിട്ട പറഞ്ഞ. ഇടയ്ക്കിടയ്ക്ക് ഉപവിഭാഗങ്ങൾ A, B, C, D, അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് പൊട്ടണ പോലെ ഓരോ തെറി. എന്നാ ചീത്തയായിരുന്നു എൻ്റെ അച്ഛ. ഞാൻ ജോസേട്ടനോട്, ജോസേട്ടാ, ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ലക്ഷണപ്പെശക് ജോസേട്ടൻ കണ്ടുണ്ടായിരുന്നോ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അച്ഛാ. മുറ്റമടിക്കാൻ സമയം കൂടുതൽ എടുക്കാറുണ്ടോ? അതെടുക്കാറുണ്ട്. പിറുപിറുക്കണ കേട്ടുണ്ടോ? അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ അവൾക്ക് പണ്ടേ ഉള്ളതാണ് അച്ഛാ. പക്ഷി മൃഗാദികളോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് മുറ്റടിക്കുന്നത്. കുളിക്കാൻ സമയം കൂടുതൽ എടുക്കണം. എൻ്റെ പൊന്നച്ഛ, 1 മാസമായി കുളിമുറി കയറിയ ചുമ്മാ ടാപ്പ് തുറന്നിട്ട് 1 മണിക്കൂറാണ് ഈ മൂദേവിയുടെ കുളി. ഞാൻ പലവട്ടം പറഞ്ഞു, നീ ഇങ്ങനെ വെള്ളം കളയല്ലേ എൻ്റെ ലില്ലിയെ, കറണ്ട് കാശ് എന്തോര പോണത്, ഇതിനും മാത്രം എന്തുട്ട നീ കുളിക്കണത്? കെട്ടി 3-4 പിള്ളേരായില്ലേ, ഇനിയിപ്പോൾ ഇത്ര ഒരച്ച് കഴുകാൻ എന്നാണ്? നീ മര്യാദയ്ക്ക് കുളിക്ക്. ഞാൻ ലില്ലിയുടെ അടുത്ത് കുറേ വഴക്കുണ്ടാക്കി അച്ഛാ. അപ്പം ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, ജോസേട്ടാ, അത് തന്നെയാ കേസ്. 1 മാസമായി ലില്ലി ചേച്ചി ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്നിട്ട് തന്നെ പറയാനുള്ള തെറി റിഹേഴ്സൽ ചെയ്യണം. തന്നെ പറയാനുള്ള ചീത്ത ലില്ലി ചേച്ചി 1 മാസമായി ജോസേട്ടാ റിഹേഴ്സൽ ചെയ്യണത്. ഇടി വല്ലതും കിട്ടിയോ? ഇല്ല ചാ, ഇടിയും തല്ലൊന്നും ഉണ്ടായില്ല. താൻ സൂക്ഷിച്ചോ, അടുത്ത പെർഫോമൻസ് അതാണ്. ചുമരുമ ചേർത്ത് വെച്ച് തൻ്റെ കടവയറ്റിൽ ലില്ലി ചേച്ചി മുട്ടുകാല് കയറ്റി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി മുട്ടയ്ക്ക് ഉപ്പ് കൂടിയ അങ്ങ് വയലിലേക്ക് ഇട്ട് കണ്ണടച്ചങ്ങട് മിണിങ്ങിയച്ചാൽ മതി, മിണ്ടിക്കൊടുക്കണ്ട. സംഗതി സീരിയസ് ആവും. റിഹേഴ്സലൊക്കെ എടുത്തിട്ടാ ഇരിക്കണേ. ലില്ലി ചേച്ചി തെറി പറഞ്ഞാലും ഒരു അത്ഭുതവും ഇല്ല, ചീത്ത വിളിച്ചാല് യാതൊരു അത്ഭുതവും ഇല്ല. കാരണം ഉള്ളിൽ പറയാതെ പുറത്തു പറയാൻ പറ്റുകയല്ല പ്രിയപ്പെട്ടവരെ. അതാണ് ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞത്, തെറ്റ് ചെയ്യുന്ന ഇവരോട് പിതാവേ നീ ക്ഷമിക്കണേ, ഫോർ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. മനസ്സ് വല്ലാണ്ട് അന്ധാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന ആരെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, അവരുടെ മനസ്സ് പല പ്രകാരത്തിൽ അന്ധമാണ്. സമ്പത്ത് അന്ധരാക്കിയ മനുഷ്യരുണ്ട്, ദുരഭിമാനം അന്ധരാക്കിയ മനുഷ്യരുണ്ട്, അഹങ്കാരം അന്ധരാക്കിയ മനുഷ്യരുണ്ട്, സുഖം, സന്തോഷം, സ്വാർത്ഥത അന്ധരാക്കിയ മനുഷ്യരുണ്ട്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും അവരിൽ നിന്ന് പുറത്തു വരുമ്പോൾ they don't know what's the impact. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതം എന്താണെന്ന് ഇവർക്കറിയാൻ പാടില്ല. പലപ്പോഴും അവർ അന്ധതയോടെയാണ് നമ്മോട് വർത്തിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ ധ്യാനഗുരുക്കന്മാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥയാണ്. ഒരു മനുഷ്യന്റെ വീട്ടുമുറ്റത്തുള്ള മനോഹരമായ പൂച്ചട്ടികൾ, അല്ലെ, പൂച്ചട്ടികൾ, ചെടികളൊക്കെ വഴിക്കോടെ പോയൊരു മനുഷ്യൻ തോട്ടത്തിൽ കയറി ചവിട്ടി കൂട്ടി നശിപ്പിച്ച് എല്ലാം ചീത്തയാക്കി കളഞ്ഞു.
വീടിന്റെ മുകളിലിരുന്ന് ഈ കാഴ്ച കണ്ട മനുഷ്യൻ വല്ലാണ്ട് കോപിച്ചിറങ്ങി വന്ന് ഈ ദുഷ്ടത ചെയ്യുന്ന മനുഷ്യന്റെ കരണത്തിട്ടടിച്ച് ഭയങ്കരമായിട്ട് അയാളെ മർദ്ദിച്ച് അയാൾ അവശനായിട്ട് നിലത്ത് വീണു. അരിശം തീരാണ്ട് ഇയാളുടെ കഴുത്തിന് പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ച് ഈ വീട്ടുടമസ്ഥൻ പൊക്കി കഴിഞ്ഞപ്പോഴാ അയാൾ സത്യം അറിഞ്ഞത്. എന്താണ്? ഈ മനുഷ്യന് കണ്ണ് കാണാൻ പാടില്ല. വഴിക്കോടെ പോണ മനുഷ്യൻ കണ്ണ് കാണാതെ അറിയാതെ അയാളുടെ പൂന്തോട്ടത്തിൽ കയറി അയാളുടെ മനോഹരമായ ചെടിത്തരങ്ങൾ നശിപ്പിച്ചു അത്രേ. അയാൾ സോറി പറഞ്ഞ് തിരിച്ചു ചെന്ന് അയാൾ എഴുതിക്കൊണ്ടിരുന്ന ലേഖനത്തിന് അയാൾ തലക്കെട്ട് എഴുതിയെന്നാ പറയണേ. അയാളൊരു കോളമിസ്റ്റ് ആയിരുന്നു, ഈ പത്രത്തിൽ കോളം എഴുതുന്ന ആള്. അയാൾ തലക്കെട്ട് എഴുതി അത്രേ, നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിരോധം തോന്നരുത്, ഒരു പക്ഷേ അവർ അന്ധരായിരിക്കും. അതൊരു വല്ലാത്ത ഉൾക്കാഴ്ചയത്. നമ്മുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരുണ്ട്, നമ്മുടെ സമാധാനം അപഹരിക്കുന്നവരുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചു കളയുന്നവരുണ്ട്, ശാരീരികവും മാനസികവുമായ നമ്മുടെ വിശുദ്ധി തല്ലിക്കെടുത്തുന്നവരുണ്ട്, ജീവിതത്തെ വല്ലാണ്ട് വളച്ചു വെക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അവർ അന്ധരായിരിക്കും. കർത്താവ് കുരിശിൽ കിടന്ന് നമ്മെ പഠിപ്പിച്ച ക്ഷമയുടെ അത്യുദാത്തമായ ഒരു ഭാവമാണത്. Forgive them for they don't know what they are doing. അവര് മാനസികമായി ഹൃദയത്തിൽ അന്ധത ബാധിച്ചവരാണ്. അവർക്ക് അറിഞ്ഞുകൂടാ അവർ പറയുന്ന വാക്കിൻ്റെ, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭീകരത. അവരുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിപ്പാടുകളുടെ തീവ്രത മനസ്സിലാക്കാത്തവരാണവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരോട് ക്ഷമിക്കണം. രണ്ടാമത്തെ കാരണം, വൈ ഷുഡ് ഐ ഫോർഗീവ്? ഒന്നാമത്തെ കാരണം അച്ഛൻ പറഞ്ഞത് ഈശോ പഠിപ്പിച്ച പാഠം, ഫോർ ദേ ഡോണ്ട് നോ. ആൻഡ് നമ്പർ 2, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ച നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ. പത്രോസിന്റെ ചോദ്യത്തിന് ഗുരു പറഞ്ഞ മറുപടി, നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ, നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ. ആ ഭൃത്യൻ വല്ലാണ്ട് കടപ്പെട്ടിരുന്നെന്നാണ് ഈശോ പറഞ്ഞത്. ആ ഭൃത്യൻ വലിയ തുക കടപ്പെട്ടിരുന്നു. യജമാനൻ അയാളുടെ അഭ്യർത്ഥന മാനിച്ച് ഇളവ് ചെയ്തു കൊടുത്തു. പക്ഷെ അയാൾ പുറത്തിറങ്ങിയപ്പോൾ അയാളോട് നിസാരം കടപ്പെട്ടിരുന്നവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നാ പറയണത്. വളരെ ക്രൂരമായിട്ടാണ് അയാൾ വർത്തിച്ചത്. ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെ നിങ്ങളോട് ക്ഷമിക്കുന്നോ അങ്ങനെ നിങ്ങളും ക്ഷമിക്കണം. വൈ ഷുഡ് ഐ forgive? ബിക്കോസ് ഐ ആം forgiven. എൻ്റെ പിതാവ് എന്നോട് എന്തുമാത്രം ക്ഷമിച്ചിരിക്കണോ, എൻ്റെ ദൈവം എന്നോട് എന്തുമാത്രം കരുണ കാണിച്ചിരിക്കണോ, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം. ഞാൻ ക്ഷമിക്കേണ്ടതിൻ്റെ രണ്ടാമത്തെ കാരണം, മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിഷേധിച്ച് അർഹിക്കുന്നത് പറ്റിച്ചെടുത്ത് നമ്മളെ ചതിച്ച്, പക്ഷെ ദൈവം നമ്മളെ വല്ലാണ്ട് ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വല്ലാണ്ട് ചേർത്ത് പിടിച്ച്. പഴയ നിയമത്തിൽ ജോസഫിന്റെ കഥ നമുക്ക് മനപ്പാഠമാണ്. കൂടപ്പറപ്പുകള് അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് അവിടെ നിന്ന് പൊക്കിയെടുത്ത് ആക്രി കച്ചവടക്കാർക്ക് വിറ്റ്. പക്ഷെ ദൈവത്തിന്റെ കരം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നെന്നാ പറയണേ. ജോസഫിനോട് അവന്റെ കൂടപ്പറപ്പുകൾ ചെയ്തതുപോലെയൊന്നും നമ്മുടെ കൂടപ്പറപ്പുകൾ നമ്മളോട് ചെയ്തിട്ടില്ലട്ടാ. പൊട്ടക്കിണറ്റിലൊന്നും ആരെയും തള്ളിയിട്ടിട്ടില്ല, ആക്രി കച്ചവടക്കാർക്ക് വിറ്റിട്ടില്ല. കുറച്ച് സമ്പത്തൊക്കെ നിഷേധിച്ചിട്ടുണ്ടാവും. കളറ് കുറവാന്നും പറഞ്ഞ് ചിലപ്പോ കല്യാണത്തിലൊന്നും വിളിച്ചിട്ടുണ്ടാവില്ല. ജോലി നല്ലതില്ല, നല്ല കാറില്ല, വർക്കത്തുള്ള വസ്ത്രമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവഗണിച്ചിട്ടുണ്ടാവും. അതൊക്കെയാവും നമ്മുടെ കൂടപ്പറപ്പുകൾ ചെയ്തിരിക്കണത്. ജോസഫിന്റെ കൂടപ്പറപ്പുകള് അവനോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. പക്ഷെ ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ കഥ. അവസാനം കൂടപ്പറപ്പുകള് ജോസഫിന്റെ മുമ്പിൽ ചെന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കും, ഉൽപ്പത്തി പുസ്തകത്തില്
തൻ്റെ കൂടപ്പറപ്പുകളാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോ ജോസഫ് അണ്ണാക്കിൽ കൈ കുത്തിക്കേറ്റി പുറകിലുള്ള മുറിയിൽ ചെന്ന് നിന്ന് നിലവിളിച്ചെന്നാണ് വചനം. അവൻ എന്തിനാ കൈ കുത്തിക്കേറ്റിയെന്ന് നമുക്കറിയാലോ. അവൻ കരയുന്നതിൻ്റെ ഒച്ച പുറത്തു വരാതിരിക്കാൻ. ഫറവോയുടെ ഭൃത്യഗണത്തിന്റെ മുമ്പിൽ കൂടപ്പറപ്പുകൾ നാണം കെടാതിരിക്കാൻ. അതാണ് ജോസഫ്. പുറത്തു വന്ന ജോസഫ് കൂടപ്പറപ്പുകളോട് പറഞ്ഞ ഡയലോഗ് മക്കൾക്കറിയാലോ. സഹോദരന്മാരെ, എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ടട്ടാ. സത്യത്തിൽ നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ക്ഷമ എന്ന് പറയണത്. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണേ, നമ്മുടെ പ്രിയപ്പെട്ടവര് നമുക്ക് നിഷേധിച്ചതാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമാക്കി മാറ്റുക. അച്ചിട്ടാണ് ഞാൻ പറയണ വചനം. ഇഫ് യു ഫോർഗീവ്, നിന്റെ പ്രിയപ്പെട്ടവര് നിനക്ക് നിഷേധിച്ചത്, നീ പ്രത്യാശ വച്ചവര് നിനക്ക് തരാതെ പോയത്, നിന്നിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ടവർ തട്ടിപ്പറിച്ചതാണ് നാളെ നിന്റെ കുടുംബത്തിന്റെ മക്കളുടെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹത്തിന്റെ പെരുമഴയായി പെയ്തിറങ്ങാൻ പോണത്. ഇന്നല്ലെങ്കിൽ നാളെ തമ്പുരാൻ കണക്ക് തീർക്കും. വീട്ടാക്കടങ്ങളൊക്കെ പടച്ചോന്റെ സൂക്ഷിപ്പാന്ന പറയാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിച്ചെന്നോർത്ത്, അർഹിക്കുന്നത് നിഷേധിച്ചെന്നോർത്ത് ഒരാളും കുണ്ഠിതപ്പെടണ്ട, ഒരാളും വേവലാതിപ്പെടണ്ട. ഈശോ പറഞ്ഞില്ലേ നല്ല സമറായന്റെ ഉപമയില്, പൊന്നുപോലെ നോക്കിക്കൊള്ളണം, അല്ലേ? പൊന്നുപോലെ നോക്കിക്കൊള്ളണം. കൂടുതൽ വല്ലതും ചെലവായെന്ന് വെച്ച് താൻ ടെൻഷൻ പിടിക്കണ്ടട്ടാ. ഞാൻ തിരിച്ചു വരും, കണക്ക് വെച്ചാ മതി. കൂടുതൽ വല്ലതും ചെലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോ തന്നോളാന്ന് കറക്റ്റായിട്ട് കണക്ക് പറയുന്നൊരു ദൈവം തലയ്ക്ക് മുകളിലുണ്ട്. നിന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി നീ ഒതുങ്ങിക്കൊടുത്തതിൻ്റെ പേരില്, നിന്റെ കുടുംബ സമാധാനത്തിന് വേണ്ടി നീ വിട്ടുവീഴ്ച ചെയ്തതിൻ്റെ പേരില്, നിന്റെ കുടുംബത്തിന്റെ സൽപ്പേരിന് വേണ്ടി, സൽപ്പേരിന് കളങ്കം വരുത്താതിരിക്കാൻ വേണ്ടി നീ പല വിധത്തിലും നിസ്സഹായനായതിൻ്റെ പേരില് നീ കരയാനൊന്നും പോണ്ടട്ടാ. വീട്ടാക്കടങ്ങളൊക്കെ പടച്ചോന്റെ സൂക്ഷിപ്പ. നിനക്ക് നിഷേധിക്കപ്പെട്ടത് കൃത്യമായി കണക്ക് വെച്ച് 100 ഇരട്ടിയായി തിരിച്ചു തരുന്നൊരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, നിനക്ക് നിഷേധിക്കപ്പെട്ട നിന്റെ നന്മകളാണ് നാളെ നിന്റെ ജീവിതത്തിൽ ആകാശത്തിന്റെ കൃപകളായി നിന്റെ ജീവിതത്തിലും തലമുറകളിലും പെയ്തിറങ്ങുക. യു ഹാവ് ടു ഫർഗീവ്. കാരണം ദൈവം നിന്നോട് അത്രമാത്രം കരുണ കാട്ടിയിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ച് ആത്മശോധന ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നിഷേധിച്ചതിൻ്റെ പേരില് നിന്റെ ജീവിതത്തിൽ നിനക്ക് വല്ലതിനും കുറവുണ്ടായിട്ടുണ്ടോ? കൊന്ന് കുഴിച്ചു മൂടാൻ വന്നവരുടെ ഒക്കെ ശവസംസ്കാരത്തിൽ നീ പങ്കെടുത്ത് നിന്റെ മക്കളുടെ പേരില് ചങ്ക് വിരിച്ച് പിടിച്ച് നടക്കാനുള്ള കൃപ തമ്പുരാൻ നിനക്ക് ഉണ്ടാക്കി തന്ന്, കൃപകളുടെ സമൃദ്ധിക്ക് വേണ്ടി യു ഹാവ് ടു ഫർഗീവ്. നീ ക്ഷമിക്കണം, നീ ക്ഷമിക്കണം, നീ ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം ആരംഭിക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉറക്കം കളയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ക്ഷമിക്കാനുണ്ട് പലരോടും. ചിലരൊക്കെ ഇരുന്ന് ചിന്തിക്കും, വലുതൊന്നുമില്ല, ചെറുതൊക്കെ ഉള്ളു അച്ഛാ, ഭീകരമായതൊന്നുമില്ല. ഈശോ പറഞ്ഞത് ചെറുത് വലുതിനേക്കാളും പ്രശ്നമാണെന്നാണ്. ചെറുത് വലുതിനേക്കാളും പ്രശ്നമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു ഉപമ പറഞ്ഞ്, ഒരു മനുഷ്യനെ കിടത്തിയിട്ട് അവൻ്റെ നെഞ്ചത്തും വയറ്റത്തും ഒക്കെ മുഴുത്ത പാറക്കല്ല് കയറ്റി വെച്ച് അവനോട് എഴുന്നേക്കാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഒന്ന് ഇളകി തിരിഞ്ഞാൽ വേണമെങ്കിൽ അവൻ എഴുന്നേക്കാൻ പറ്റും. ഈ മുഴുത്ത കല്ലൊക്കെ ചിലപ്പോൾ ചാടിപ്പോവും, അല്ലേ? അങ്ങനെ ഈശോ പറഞ്ഞത്. ഒരുത്തന്നെ മലത്തി കിടത്തിയിട്ട് അവൻ്റെ മേല് തനിക്കെത്താൻ പോകുന്ന കല്ലെടുത്ത് വെച്ച് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ, ഇത്തിരി ചങ്കൂറ്റവും മനക്കരുത്തും ഉള്ളവനാണെങ്കിൽ മര്യാദയ്ക്ക് ഒന്ന് എയറ് പിടിച്ച് ഇളകിയ അവന് വേണമെങ്കിൽ എഴുന്നേറ്റ് പോവാം. വലിയ കല്ലൊക്കെ ചാടിപ്പോവും. ഒരുത്തനെ മലത്തി കിടത്തി എൻ്റെ പൊന്നു മക്കളെ, ഈശോ പറഞ്ഞതാട്ടാ, 3/4 ഇഞ്ച് മെറ്റല് അവൻ്റെ മേത്തൊരു ലോഡ് നീ അങ്ങോട്ട് അടുക്കി, എന്നിട്ട് അടിയിൽ കിടക്കവനോണ്ട് എഴുന്നേക്കാൻ പറ. എഴുന്നേക്കാൻ പറ്റുമോ? പറ്റില്ലട്ടാ. മുഴുത്ത കല്ലാണെങ്കിൽ പിന്നെയും പൊങ്ങാം.
3/4 ഇഞ്ച് മെറ്റൽ ഒരുത്തൻ്റെ പുറത്ത് ഒരു ലോഡ് അടിച്ചിട്ടാ അവൻ ജന്മത്ത് പൊങ്ങില്ല. ഈ ചെറിയ ചെറിയ കല്ലുകൾ വലിയ കല്ലിനേക്കാളും അപകടകാരികളാ ചില നേരത്ത്. ഈ ക്ഷമയുടെ മേഖല അങ്ങനെയാണ്. വലിയ വലിയ വെറുപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചെറിയ ചെറിയ വെറുപ്പൊക്കെ ഉണ്ടാവും. ഒരു ചേട്ടനോട് ചോദിച്ചതാ, അച്ഛാ വലിയ പ്രശ്നമൊന്നും ഇല്ല അച്ഛോ എനിക്ക്, പക്ഷെ ചെറിയ ചെറിയത് ഇല്ല എന്ന് പറയാനും പറ്റില്ല. ആരുടെ തലയിലും തേങ്ങയൊന്നും വീഴണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ കഷ്ടപ്പെടുത്തിയവരുടെ തലയിൽ ഒരു വെള്ളക്കെങ്കിലും വീഴണമെന്ന് വല്ലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളു അച്ഛാ. പാമ്പ് അടിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും കാല് തട്ടിപ്പൊട്ടിയാ ഞാനൊന്ന് ചിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അത് വലിയ കുഴപ്പമെന്നാണ് ഈശോ പറഞ്ഞത്. മുഴുത്ത കല്ലിനേക്കാളും കുഴപ്പം ചെറിയ ചെറിയ കല്ലാണ് അത്രേ. അപ്പൊ ഈ നോമ്പ് കാലം തുടങ്ങുമ്പോൾ തന്നെ എന്തോരം കല്ല് മേത്തുണ്ടെന്ന് ആത്മശോധന ചെയ്യാം. ഈശോ മർത്ത പെണ്ണിനോട് പറഞ്ഞില്ലേ, കല്ലുരുട്ടി മാറ്റ്, കല്ലുരുട്ടി മാറ്റ്. അപ്പോഴേ കർത്താവിന് പറയാൻ പറ്റുള്ളോ, ലാസറേ പുറത്തു വാ. നമ്മുടെ കുടുംബത്തിൽ ചീഞ്ഞഴിഞ്ഞ് കിടക്കണതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ തരാൻ ഈശോയ്ക്ക് പറ്റും. പ്രൊവൈഡഡ്. നിന്റെ കല്ല് നീ ഉരുട്ടി മാറ്റണം, മുഴുത്തതായാലും ചെറുതായാലും. അപ്പൊ ഇന്ന് തന്നെ പറക്കാൻ തുടങ്ങിയാൽ അധികം വൈകാണ്ട് ശ്വാസം പോവാണ്ട് രക്ഷപ്പെടാൻ പറ്റും. ജാഗ്രതപ്പെടാൻ നമുക്ക്. ഒരു കൊച്ചു കാര്യം അച്ഛൻ പറഞ്ഞത്, അഭിമന്യ തിരുമേനിമാര് പറഞ്ഞ മനോഹരമായ സന്ദേശങ്ങളോടൊപ്പം ഈ സന്ദേശം കൂടി നിങ്ങൾ സ്വീകരിക്കുക. ഈ കൺവെൻഷൻ്റെ ആദ്യ ദിവസം വലിയൊരു ദൈവാനുഭവത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കർത്താവ് നമ്മളെ നയിക്കട്ടെ. എൻ്റെ കർത്താവിനെ പ്രതി എല്ലാം ക്ഷമിക്കാൻ, എല്ലാം പൊറുക്കാൻ, അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ക്ഷമിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ പൊറുക്കുമ്പോൾ നമ്മൾ ദൈവ തിരുമുമ്പിൽ വലിയ വിലയുള്ളവരാവും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ശക്തി കിട്ടും. ഏത് സ്വർഗവും തുളച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ കർത്താവിൻ്റെ കർണപുടങ്ങളിലെത്തും. അത്രമാത്രം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ ശാക്തീകരിക്കുന്ന ഒരു വലിയ പുണ്യമാണ് ക്ഷമ. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരട്ടെ. ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ഒത്തിരി ക്രിസ്തീയമായിട്ട് ജീവിക്കുന്ന, ഒത്തിരി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ ഈ ഒരു ബലഹീനതയെ കണ്ടെത്തി ആ മേഖലയിൽ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് സ്വതന്ത്രരാകാനായിട്ട് പരിശ്രമിക്കുക. എല്ലാ കല്ലും പറക്കിക്കളയാം. പൊന്നു മാതാപിതാക്കളോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. വീട്ടില് മക്കളോടൊത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് ചെയ്ത അരുതായ്മകൾ മക്കളുടെ മുമ്പിൽ വെച്ച് പറയരുത്, മക്കളുടെ മുമ്പിൽ വെച്ച് പറയരുത്. അത് ഭീകരമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സൂക്ഷിക്കണം. നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഒരിക്കലും വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ചിന്തകൾ കടത്തിവിടരുത്. കത്തോലിക്ക സഭയിൽ ഒരു പുണ്യാളത്തിയുണ്ട്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചില ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് ആ പേരുണ്ട്, റീത്ത എന്നാണ് ആ പേര്, റീത്ത. അങ്ങനെ ഒരു വിശുദ്ധിയുണ്ട് സഭയിൽ. അവളുടെ കെട്ടിയോനെ അവളുടെയും മക്കളുടെയും മുമ്പിലിട്ട് വെട്ടിക്കൊന്നെന്നാ പറയണേ. കൊള്ളക്കാര് ആള് മാറി കൊന്നതാന്ന് പറയണു. ഭർത്താവ് മരിച്ചുപോയി, മക്കളുടെ മുമ്പിൽ വെച്ചാ ഈ ഭർത്താവിനെ ആൾക്കാർ കൊന്നത്. പക്ഷെ അന്ന് മുതൽ റീത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചു അത്രേ, കർത്താവേ എൻ്റെ മക്കൾ വളർന്നു വരുമ്പോ അവരുടെ അപ്പനെ കൊന്നവരോട് എന്തെങ്കിലും പ്രതികാരം മൂത്ത് കടുങ്കൈ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ 2 മക്കളെയും നീ ജീവിക്കാൻ സമ്മതിക്കരുത്. ഏതെങ്കിലും അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ കാലത്ത് ഈ റീത്തപ്പെണ്ണ് അങ്ങനെ പ്രാർത്ഥിച്ചെന്നാ പറയണേ. എൻ്റെ മക്കള് വലുതായി വരുമ്പോൾ അവരുടെ അപ്പനെ കൊന്നവരോട് പ്രതികാരം തോന്നി എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ 2 മക്കളെയും നീ ജീവിക്കാൻ സമ്മതിക്കരുത്. ഇന്ന് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കോ? നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ പിള്ളേരെ കരാട്ടോ അടിപ്പിക്കാൻ വിടും. ഞാനാണെങ്കിൽ അതോ ചെയ്യുള്ളൂ. അല്ല കുങ്ഫുവോ കരാട്ടയോ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കാൻ വിടും. അതിന് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡുള്ള വെട്ടും കുത്തും ഒക്കെ വശമുള്ള രാഷ്ട്രീയ പാർട്ടി ചേർക്കും. ഇത് 2 വലുതായിട്ട് വേണം നമുക്ക് ചില കണക്കൊക്കെ തീർക്കാൻ. ഇപ്പം അതിനേക്കാളും സ്റ്റാൻഡേർഡാണ് ചില ക്രിസ്ത്യാനികൾ മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ വിടും.
അങ്ങനെ പോയി കാശുണ്ടാക്കി വന്നിട്ട് വേണം നമുക്കിട്ട് പണിതവരോട് പ്രതികാരം ചെയ്യാൻ. ഒരു മധുര പ്രതികാരത്തിന് കോപ്പ് കൂട്ടുക ചില മാതാപിതാക്കൾ. റീത്ത പെണ്ണ് അങ്ങനെയൊന്നുമല്ല. റീത്ത പ്രാർത്ഥിച്ച്, എൻ്റെ മക്കളെ നീ ജീവിക്കാൻ സമ്മതിക്കരുത്, അവര് പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ. എന്ത് സംഭവിച്ചു എന്നറിയോ നിങ്ങൾക്ക്? റീത്തയുടെ പ്രാർത്ഥന കർത്താവ് അങ്ങോട്ട് കേട്ട് 2 ആമ്പിള്ളേര് 1 കൊല്ലത്തിനുള്ളിൽ രോഗം വന്ന് മരിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ റീത്തയുടെ 2 മക്കളും രോഗം വന്ന് മരിച്ചെന്ന് പറയണത്. കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടെന്ന് അവളുടെ ജീവചരിത്രം പറയണത്. റീത്ത മഠത്തിൽ പോയി കന്യാസ്ത്രീയായി അത്രേ. അവിടെ അവള് ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നാ പറയണേ. ഇന്നും അവളുടെ തിരുനാൾ ദിവസം അവളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരും എന്ന് പറയണ്. അവളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരുമെന്ന് പറയണ്. അഴുകാതിരിക്കുന്ന 36 മൃതദേഹങ്ങളിൽ ഏറ്റവും സുന്ദരിയായിട്ടിരിക്കുന്നത് ഈ അമ്മയാന്നാ പറയണത്. അത്രമാത്രം അവളുടെ ക്ഷമയുടെ ഭാവത്തെ കർത്താവ് മഹത്വപ്പെടുത്തി. നമ്മളെ വേദനിപ്പിച്ചവരോട് നിരുപാധികം നമ്മൾ ക്ഷമിക്കണം. ആ ക്ഷമ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വലിയ ദൈവാനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ആദ്യ ദിവസം നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ പരിശോധിക്കാം. മക്കളോട് ഒരിക്കലും പ്രിയപ്പെട്ടവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞ് അവരെ ചീത്തയാക്കരുത്. നമുക്കും തലമുറകൾക്കും ഉപകാരമില്ലാത്ത എല്ലാ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ബന്ധനങ്ങളിലും നിന്ന് ഏത് വിധത്തിലും രക്ഷപ്പെടാൻ എൻ്റെ കാർന്നോമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിക്കുക, നമുക്കും തലമുറകൾക്കും ഉപകാരമില്ലാത്ത വെറുപ്പിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ മാതാപിതാക്കളും അത്യുത്സാഹം കാണിക്കണം. നമ്മുടെ മക്കളുടെ മേൽ ദൈവം കൃപയുടെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി വിശുദ്ധ കുരിശിൽ കഠോരമായ വേദനകൾ ഏറ്റെടുത്ത് എന്നെ വീണ്ടെടുത്ത കർത്താവേ, നിന്റെ കുരിശിൻ്റെ ക്ഷമയുടെ ഭാവത്തെ പിൻചെല്ലാൻ നീ എന്നെ ശക്തിപ്പെടുത്തണേ. എനിക്കേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ കർത്താവേ നിന്റെ വചനത്തിലൂടെ ഞാൻ കേട്ടത്. ഇപ്പോഴും രക്തം ഒലിക്കുന്ന മുറിവുകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ബാല്യം മുതൽ കൗമാര യൗവനങ്ങളിലൂടെ സഞ്ചരിച്ച് ദീർഘനാളത്തെ ജീവിതം എൻ്റെ ഹൃദയത്തിന് സമ്മാനിച്ച മുറിവുകൾ വളരെ വലുതാണ്. ഇന്നും രക്തമൊഴുകുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ നിന്റെ കുരിശിലെ മുറിവുകളോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു തമ്പുരാനെ. നിന്റെ മുറിവിനാൽ നീ എന്നെ സുഖപ്പെടുത്തണേ. നിന്റെ ക്ഷമയുടെ പാഠങ്ങൾ അഭ്യസിക്കാൻ നീ എന്നെ സഹായിക്കണേ. അതുവഴി എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും എൻ്റെ ബലഹീനമായ ജീവിതത്തിലേക്കും നിന്റെ കൃപ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ മറിയമേ, ക്ഷമയുടെ മാതാവേ, നിന്റെ പ്രിയപുത്രനെ വേദനിപ്പിച്ചവരോടെല്ലാം നീ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ എന്നെ നീ സഹായിക്കണേ. സകല പരിശുദ്ധന്മാരെ, ശുദ്ധമതികളെ, ക്ഷമയുടെ പാഠങ്ങൾ അഭ്യസിക്കാൻ എനിക്ക് ശക്തി നൽകണേ. നല്ല തമ്പുരാനെ, എല്ലാ മഹത്വവും എന്നും എല്ലാ കാലത്തും നിനക്ക് മാത്രമുള്ളതായിരിക്കട്ടെ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി തമ്പുരാനെ നിനക്ക് മഹത്വം. ആമേൻ.